മധ്യപ്രദേശിൽ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി.ജെ.പിയിൽ പ്രവേശിക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കെ നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇത്രയും കാലം കൂടെ നിന്ന് ചതിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളെ എന്തു ചെയ്യണമെന്ന് പാർട്ടിക്ക് നന്നായിട്ടറിയാം. കോൺഗ്രസ് നേതൃത്വത്തിൽ കമൽനാഥ് അസ്വസ്ഥനാണെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് അദ്ദേഹവും മകനും ബി.ജെ.പിയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നത്. ഇത് സത്യമാവാനാണ് ഏറെക്കുറെ സാധ്യത. എന്നാൽ കമൽനാഥ് ഒരിക്കലും ബി.ജെ.പി പാളയത്തിൽ എത്തില്ലെന്ന വിശദീകരണമാണ് പി.സി.സി അധ്യക്ഷൻ ഉൾപ്പെടെ നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം അളക്കുന്നതിന് എം.എൽ.എമാരുടെ യോഗം വിളിച്ചിരുന്നു കോൺഗ്രസ്. സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര സിംഗിനെ മധ്യപ്രദേശിലേക്ക് എ.ഐ.സി.സി നേതൃത്വം അയച്ചിരുന്നു. മധ്യപ്രദേശിലെത്തിയ ജിതേന്ദ്ര സിംഗ് എം.എൽ.എമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കമൽനാഥിന്റെ ബി.ജെ.പി പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വ്യാജമാണെന്നാണ് ജിതേന്ദ്ര സിംഗ് മാധ്യമങ്ങളോട് പറയുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് കമൽനാഥ്. ബി.ജെ.പി തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞയാഴ്ച അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഒപ്പം ഭാരത് ന്യായ് യാത്രയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നാണ് നേതാവ് പറഞ്ഞത്. അതേസമയം ബി.ജെ.പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രചരണങ്ങളിൽ കമൽനാഥ് ഇതുവരെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇപ്പോൾ ഉയരുന്ന അഭ്യൂഹങ്ങൾ അദ്ദേഹം തള്ളുകയും ചെയ്തിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി രാഹുൽ ഗാന്ധി പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞതും പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതും കമൽനാഥിനെ അസ്വസ്ഥനാക്കിയിരുന്നു. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് പരിഗണിക്കാതിരുന്നതോടെ അദ്ദേഹം പാടെ നിരാശനായെന്നും അടുപ്പമുള്ളവർ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ ശക്തനായ നേതാവായ കമൽനാഥ് പാർട്ടി വിട്ടാൽ കോൺഗ്രസിന് അത് വലിയ പ്രഹരമാകുമെന്നതിലും സംശയം വേണ്ട. 2020 കമൽനാഥ് നയിച്ച കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി ജ്യോതിരാദിത്യ സിന്ധ്യ ബി.ജെ.പിയിൽ ചേർന്നത് സംസ്ഥാനത്ത് പാർട്ടിക്ക് വൻ തിരിച്ചടിയായിരുന്നു. അടുത്തിടെയാണ് മഹാരാഷ്ട്രയിൽ മിലിന്ദ് ദേവറയും മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും പാർട്ടി വിട്ടത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി.ജെ.പിയിലേക്ക് ചായുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയാതെ വയ്യ. കമൽനാഥിനും മകൻ നകുൽനാഥിനും പിന്നാലെ പഞ്ചാബിൽ മനീഷ് തിവാരിയും നവ്ജോത് സിംഗ് സിദ്ധുവും ബി.ജെ.പിയുമായി ചർച്ച നടത്തിയതായാണ് വിവരം. എന്നാൽ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് മനീഷ് തിവാരിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രമുഖ മുഖങ്ങളെ അടർത്തിയെടുക്കുകയാണ് ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനു പിന്നാലെയാണ് G23 കാലം മുതലേ പാർട്ടിയുമായി അസ്വാരസ്യം തുടരുന്ന മനീഷ് തിവാരി ബി.ജെ.പിയോട് അടുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ RPN സിംഗ് വഴിയാണ് ചർച്ചകൾ. അനന്തപൂർ സാഹിബിൽ നിന്നുള്ള ലോക്സഭാ MP-യായ മനീഷ് തിവാരിക്ക് താൽപര്യമുള്ള ലുധിയാന സീറ്റ് ബി.ജെ.പി നൽകിയേക്കും. പദവികൾ ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിൽ തുടരുന്ന നവ്ജോത് സിംഗ് സിദ്ധു ബി.ജെ.പിയിലേക്കുള്ള തിരിച്ചുപോക്കിന് ശ്രമിക്കുന്നുണ്ട്. സിദ്ധു സ്വന്തം നിലയിൽ മുന്നോട്ട് പോവുകയാണെന്നും പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്നും സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. 3 MLA-മാരും സിദ്ധുവിനൊപ്പം പോയേക്കും. തമിഴ്നാട് കോൺഗ്രസ് MLA വിജയധരണിയും ബി.ജെ.പിയുമായി ചർച്ച നടത്തിയതായാണ് വിവരം. ഏതായാലും എല്ലാവരെയും സ്വന്തം പാർട്ടിയിലേക്ക് ചാടിച്ച് ബി.ജെ.പി ഇനിയും ഇന്ത്യ ഭരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്.